പരാജയങ്ങളുടെ വക്കിൽ നിന്നും കുതിച്ചുയർന്ന ഗെയിം ഡെവലപ്മെന്റ് കമ്പനിയായ റോവിയോയെ പറ്റി ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. എന്നാൽ ആംഗ്രി ബേർഡ്സ് എന്ന ഗെയിം അറിയാത്തവർ ചുരുക്കമായിരിക്കും. നിർമ്മിച്ച 51 ഗെയിമുകൾ പൂർണ്ണ പരാജയമാവുകയും 52ാമതായി നിർമ്മിച്ച ആംഗ്രി ബേർഡ്സ് ആഗോള സക്സസ് ആയി മാറുകയും ചെയ്ത കഥ ബിസിനസ്സിലും മറ്റും പരാജയങ്ങൾ ഉണ്ടാകുന്നവർക്ക് വളരെ വലിയൊരു പ്രചോദനമാണ്. 2003 നിക്ലാസ് ഹെഡ്, ജാർനോ വാക്കെ വൈനൻ, കിം ഡെക്കർട്ട് എന്നിവർ ചേർന്ന് റെലുഡോയ് എന്നൊരു കമ്പനി സ്ഥാപിക്കുന്നത്. പിന്നീട് അത് റോവിയോ എന്ന പേരിലേക്ക് മാറ്റുകയായിരുന്നു. പരാജയപ്പെട്ട അവരുടെ 51 ഗെയിമുകൾക്ക് ശേഷം 2009 ആംഗ്രി ബേർഡ്സ് എന്ന മൊബൈൽ ഗെയിം പുറത്തിറക്കി. ദിവസങ്ങൾക്കുള്ളിൽ അത് വലിയ ജനപ്രീതി നേടുകയും ചെയ്തു. ഗെയിമിൽ നിന്നുള്ള വരുമാനം കൂടാതെ വസ്ത്രങ്ങൾ, ടോയ്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് കൂടി അവർ ബ്രാൻഡിംഗ് നൽകിയതോടുകൂടി വരുമാനം ഇരട്ടിച്ചു. 2016 ആംഗ്രി ബേർഡ്സ് മൂവി ഇറങ്ങി. 2019 അതിന്റെ സെക്കൻഡ് പാർട്ടും. 2023 ജാപ്പനീസ് എന്റർടൈൻമെന്റ് കമ്പനിയായ സേഗ സാമെ ഹോൾഡിംഗ്സ് റോവിയോ ഏറ്റെടുത്തു. റോവിയോ എന്റർടൈൻമെന്റ്സിന്റെ ചില ബിസിനസ് സ്ട്രാറ്റജീസ് മൂലം ആംഗ്രി ബേർഡ്സ് ഗെയിം അൺഅവൈലബിൾ ആയെങ്കിലും ആഗോളതലത്തിൽ പ്രായഭേദമന്യേ ഇത്രയും സ്വീകരിക്കപ്പെട്ട ഒരു ഗെയിം മറ്റൊന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും 51ാമത്തെയും പരാജയത്തിൽ അവർ ഈ ശ്രമം അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ 52ാമതായുണ്ടായ ആംഗ്രി ബേർഡ്സ് എന്ന ഈ അത്ഭുതം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു.